ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങളുടെ കട ഉയരണമെങ്കിൽ നിങ്ങൾ മാറണം. ഞങ്ങൾ മാറി കഴിഞ്ഞാൽ പിന്നെ കടയിൽ ആരിയിരിക്കും? അതല്ല, നിങ്ങൾ തുണി മാറണം. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും കടയിൽ നഗ്നരായിട്ടിരിക്കണോ? ഇതാണ് പഴയ ആൾക്കാർ. ഞാൻ പറഞ്ഞു കേട്ടോ. നിങ്ങളുടെ ഈ വൃത്തിയായിട്ട ഡ്രസ് ഇല്ലേ, ഇത് മാറ്റണം. ഈ ഡ്രസ് കണ്ടാലേ ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കൂല. ആ ചുമ്മാതല്ല, മെനഞ്ഞാന്നൊരു ചാപാരിപ്പെട്ടി നമ്മുടെ കടയിൽ വന്നിട്ട് തിരിഞ്ഞു പോയത് നമ്മുടെ ഡ്രസ് കണ്ടിട്ടായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞുതരാം, എന്റെ അനുഭവം തന്നെ എടുക്കാം. പണ്ട് ഈ ജംഗ്ഷനിലുള്ള കലിങ്കിലിരുന്ന് ഇവിടെയുള്ള ആൾക്കാരുടെ ഞാൻ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോ ആ ആൾക്കാർ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഏതാ വട്ടുള്ള മനുഷ്യരെന്ന്. ഞാൻ ഒരു കോട്ടും വാടകയ്ക്ക് എടുത്ത് യൂട്യൂബിൽ കയറിയിരുന്ന് ഇതേ കാര്യങ്ങൾ പറഞ്ഞപ്പോ തന്നെ ഈ ആൾക്കാരെല്ലാം പറഞ്ഞു, വാട്ട് എ മാൻ. അങ്ങനെ പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, ഡ്രസ് കോഡ് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളെ ബിസിനസ് വളരും. വളരും. ഡ്രസ് കോഡ് മാറ്റുന്നത് പോലെ തന്നെ ട്രെൻഡി ഫുഡുകൾ നമ്മൾ കൊടുക്കണം. ഓ അങ്ങനെ. ഈ പഴയ ഫുഡുകളൊന്നും കളയരുത്. അല്ല, പഴയ ഫുഡൊക്കെ കളയണമെന്നല്ലേ സാർ? അതൊക്കെ പണ്ട് ബിസിനസ് മാറ്റി പിടിക്കൂ. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചു നോക്കൂ. ഇതെന്താന്ന് മനസ്സിലായോ? കുട്ടവഞ്ചി. കുട്ടവഞ്ചി അല്ല, പിന്നെ ചട്ടി. ചട്ടി. ഇതൊരു ചട്ടിയാണ്. ഈ ചട്ടിക്ക് എത്ര രൂപ? 40 രൂപ. 40 രൂപ. ഇതിലോട്ട് നമ്മൾ കുറച്ച് പഴഞ്ചോറ് അങ്ങോട്ട് ഇടുന്നു. ഇതിലോട്ട് നമ്മൾ ചെലവാകാതിരിക്കുന്ന കുറെ കറികൾ അങ്ങോട്ട് ഒഴിക്കുന്നു. ഇതിന്റെ മുകളിൽ കുറച്ച് ബീഫ് അങ്ങോട്ട് ഇടുന്നു. ബീഫിന് എത്ര രൂപ? 60 രൂപ. അതിന്റെ മുകളിൽ ഒരു വിലയില്ലാത്തൊരു വാഴയില അങ്ങോട്ട് വെക്കുന്നു. ഇതിനെ നമ്മൾ കെട്ടുന്നു. ഇപ്പൊ എത്ര രൂപയായി? 100 രൂപ. 100 രൂപ. ഇതിനെ നമ്മൾ 300 രൂപയ്ക്ക് ചട്ടിച്ചോറായിട്ട് കൊടുക്കുന്നു. ചട്ടിച്ചോറല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ്. പിന്നെ ഇതെല്ലാം പോട്ടെ, നമുക്കിതങ്ങ് കളയാം. ഇനി കടയിലുള്ള തലേ ദിവസത്തെ പൊറോട്ട, ഒരു 3 പൊറോട്ട ഉണ്ടെന്ന് വിചാരിക്കാം. അതിനെ എടുത്ത് നമ്മൾ വേറൊരു ഇലയിൽ ഇങ്ങനെ ആക്കുന്നു. അതിനെ നമ്മൾ കിഴിയായിട്ട് ഇങ്ങനെ കെട്ടുന്നു. കിഴിയായിട്ട് കെട്ടിയിട്ട് അതിന് ആവി കയറ്റുന്നു. ആവി കയറ്റിയിട്ട് 200 രൂപയ്ക്ക് നമ്മൾ കിഴി പൊറോട്ടയായിട്ട് കൊടുക്കുന്നു. ഇത് ലാഭമാണ്.